കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തെ ചെറിയ പാലത്തിലൂടെയാണ്. ഇടുങ്ങിയ പാലത്തിലൂടെ വാഹനങ്ങൾ നിരങ്ങി നീങ്ങുന്നതുമൂലം മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ടിട്ടുള്ള വിള്ളലുകൾ മൂലമാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുള്ളത്. കനത്ത മഴയെ തുടർന്ന് പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപവും ഹെഡ് വർക്ക്സ് ഡാമിന് സമീപവും റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ചെറിയ പാലത്തിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നതിന് സമ്പൂർണ്ണ നിയന്ത്രണവുമുണ്ട്. കൈവരികൾ തകർന്ന ഇടുങ്ങിയ പാലത്തിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരേ സമയം വളരെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമാണ് പാലം കടക്കാൻ കഴിയുന്നത്. പ്രാദേശിക യാത്രക്കാർക്കൊപ്പം വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടിയാകുമ്പോൾ ഗതാഗത കുരുക്ക് മണിക്കൂറുകൾ നീളുകയാണ്. எமர்ஜென்சி ஆஸ்பத்திரிக்கும் ஆம்புலன்ஸ் போய் வரவங்களுக்கும் ஸ்கூல் பஸ்ஸுகளுக்கும் ஸ்கூல் பிள்ளைகளுக்கும் ரொம்ப கஷ்டமா இருக்கு. இந்த பாதையில போலீஸ் ஸ்டேஷன்ல உள்ள பாதையில உள்ள மரங்களும் ஒந்திகளும் அதுவும் ஒரு அபகடத்துல தான் இருக்கு. எப்ப இடிஞ்சு வரும் இந்த மண்ணுகளும் போலீஸ் ஸ்டேஷன் கோட்டர்ஸ்க்கு மேல கீழே உள்ள மண்ணுகளும் இடிகிற கண்டிஷன்ல தான் இருக்கு. அது பக்கத்துல வாகனங்கள் பஸ்ஸுகளையும் பாக்கியுள்ள சின்ன வாகனத்தை பார்க் பண்ணியிருக்காங்க. അത് ഒരു മോശமான രീതിയിലിருக்கு. മഴ മാറി കാലാവസ്ഥ സാധാരണ നിലയിൽ ആകുന്നതുവരെയും റോഡിലെ വിള്ളലുകൾ പരിഹരിച്ച് സുരക്ഷ ഉറപ്പാക്കിയതായി ദേശീയപാതാ വിഭാഗം റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെയും നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ പുതിയ ഉത്തരവ് വരെ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലുണ്ടാകും. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കുമുള്ള അനാവശ്യ യാത്രകളും രാത്രികാല യാത്രകളും പരമാവധി ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് പ്രാദേശിക വഴികളുടെ അവസ്ഥ വിലയിരുത്താനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.